Hey everyone, Assalamualaikum. Welcome back to our new video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗാനിക് മെഹന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഇച്ചൂസ് ഹെന്ന എന്ന കോൺ നിങ്ങൾ കുറേ പേരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാ ഒരു കോണിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഈ മൈലാഞ്ചി എത്തുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ, ഓർഗാനിക് മൈലാഞ്ചി ഉണ്ടാക്കുന്നതൊന്ന് കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് കുറേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ മൈലാഞ്ചി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളാണ്. ഇതിലേക്ക് നമുക്ക് മൈലാഞ്ചി പൗഡർ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 100 ഗ്രാം മൈലാഞ്ചി പൗഡർ വെച്ചിട്ടുള്ള കണക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ 100 ഗ്രാം രാജസ്ഥാനി ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് ട്രിപ്പിൾ സിഫ്റ്റഡ് ആണ് കേട്ടോ, അതായത് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് വരുന്നതാണ്. അതിലേക്ക് നമുക്ക് 45 ഗ്രാം പഞ്ചസാര ഇട്ടു. അതേപോലെ തന്നെ 30 മില്ലി എസെൻഷ്യൽ ഓയിൽ. ഞാനിവിടെ യൂക്കാലിപ്റ്റസ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യൂക്കാലിപ്റ്റസോ ടീ ട്രീയോ അല്ലെങ്കിൽ ലാവൻഡർ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ യൂക്കാലിപ്റ്റസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കണക്ക് 100 ഗ്രാം ഹെന്ന പൗഡറിലേക്കുള്ളതാണ്, മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 100 ഗ്രാം പൗഡർ വെച്ചിട്ട് നമുക്കൊരു 13 കോണൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിയെടുക്കുക. വെള്ളം ഒരുപാട് ആദ്യം ഒഴിച്ചിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമുക്ക് മൈലാഞ്ചിയുടെ കൺസിസ്റ്റൻസി ആകെ കൊളായിപ്പോവും. അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ മിക്സാക്കിയെടുക്കുന്നത്. സ്പൂൺ വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം ടൈം എടുത്തിട്ട് ചെയ്യാം കേട്ടോ. നല്ലോണം മിക്സാക്കി എല്ലാ ഭാഗത്തേക്കും വെള്ളമൊക്കെ എത്തിയെന്ന് ഉറപ്പായതിൻ്റെ ശേഷം നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് ഒന്നുകൂടെ നല്ലോണം മിക്സാക്കിയിട്ട് ഈ ഒരു ബൗളിൻ്റെ സൈഡിൽ ഒക്കെ പിടിച്ചിട്ടുള്ള ഹെന്ന പൗഡറൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ വടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ ഏകദേശം മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഡൈ റിലീസിന് വേണ്ടിയിട്ട് വെക്കണം. അതായത് ഒരു 12 മണിക്കൂർ നമുക്ക് ഡൈ റിലീസിന് വെക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ മൈലാഞ്ചി എടുത്തിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഇത് കവർ ചെയ്തിട്ട് വെക്കണം. നല്ല എയർ ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് വേണം നമുക്ക് ഈ മൈലാഞ്ചി ഡൈ റിലീസിന് വെക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലിങ് ഫിലിം എടുത്തിട്ട് നന്നായിട്ട് ചുറ്റി കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ബൗളിൽ ഇറക്കി വെച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. മാക്സിമം ചൂട് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു മൈലാഞ്ചി പേസ്റ്റ് ഡൈ റിലീസിന് വെക്കുക. ചൂടാണ് നമ്മുടെ മൈലാഞ്ചിക്ക് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. നല്ലോണം കവറായിട്ടില്ലേന്ന് നോക്കുക. അങ്ങനെ നമുക്ക് 12 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ രാത്രി വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ ഡൈ റിലീസിന് ശേഷം നമ്മുടെ പേസ്റ്റ് ഇതാ നല്ലോണം കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു കവർ ഇതാ നമ്മുടെ ആ ഒരു ക്ലിങ് ഫിലിം എടുത്ത് മാറ്റിയിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനിയാണ് നമ്മുടെ ഫൈൻ പേസ്റ്റായിട്ട് കിട്ടാനുള്ള മിക്സിങ് ഇനിയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളർ ഡിഫറൻസ് കാണാനായിട്ട് പറ്റും. നല്ലോണം കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഒരു പേസ്റ്റ് നല്ലോണം സ്മൂത്താക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ കൺസിസ്റ്റൻസി മനസ്സിലാവുള്ളൂ. ഒരുപാട് ലൂസാക്കിയിട്ടും എടുക്കരുത്, ഒരുപാട് ടൈറ്റിലും എടുക്കരുത്. ആ ഒരു പാകത്തെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. അതുവരെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് സാധാരണ മിക്സാക്കൽ. ഇങ്ങനെ സ്പാച്ചുല വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ആക്കുമ്പോൾ ഒരുപാട് ടൈം എടുത്ത് മിക്സാക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ ബീറ്റർ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുള്ള ഫൈൻ പേസ്റ്റാണ്. അപ്പോൾ നല്ല സിൽക്കി ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ. ഇതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നും. അപ്പോൾ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള പേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഓർഗാനിക് മൈലാഞ്ചി ഉണ്ടാക്കുന്നത് ഓൺലൈനായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹെന്ന ഡിസൈനിങ് കോഴ്സും അവൈലബിൾ ആണ്. 2 കോഴ്സും ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മൈലാഞ്ചി ഉണ്ടാക്കുന്നതിലേക്ക് തിരിച്ചു വരാം. ഇനി ഈ ഒരു മൈലാഞ്ചിയുടെ പേസ്റ്റ് നമുക്കൊന്ന് അരിച്ചെടുക്കുക കൂടി വേണം. അതിനായിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. ഗ്ലാസ്സോ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും സംഭവം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സോക്സ് ഇറക്കി വെക്കുകയാണ്. സോക്സ് എടുക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്ത് ആയിട്ട് സെലക്ട് ചെയ്യുക. അതിലേക്ക് നമ്മുടെ ഈ ഒരു മൈലാഞ്ചി പേസ്റ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. സ്പാച്ചുല വെച്ചിട്ട് നല്ലോണം പുറത്തേക്കൊന്നും പോവാത്ത രീതിയിൽ വേണം ഇത് ഗ്ലാസ്സിലേക്ക് ആക്കാനായിട്ട്. ഈ ഒരു സ്റ്റെപ്പ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മൈലാഞ്ചി ഇടുമ്പോൾ
ഇടയ്ക്ക് സ്റ്റക്കായിട്ട് നിൽക്കൂലേ, എന്തെങ്കിലും കട്ട പിടിച്ചിട്ടൊക്കെ പേസ്റ്റ് പുറത്തേക്ക് വരാത്ത രീതിയിൽ നിൽക്കുന്നത് കാണാം. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ മൈലാഞ്ചി ഇടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അറിയാം സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കുന്നത്. കുറച്ച് റിസ്കി ആയിട്ടുള്ള പണിയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ ഒരു സോക്സും പൈപ്പിംഗ് ബാഗും പുറത്തേക്ക് എടുത്തിട്ട് ചുരുട്ടി പിടിച്ചിട്ട് സോക്സ് മാത്രം പുറത്തേക്ക് വലിക്കുകയാണ് ഒരു കൈ വെച്ചിട്ട്. മറ്റേ കൈ നല്ല ടൈറ്റായിട്ട് പൈപ്പിംഗ് ബാഗിൽ പിടിക്കുക. എന്നിട്ട് ഇത് ടൈറ്റായിട്ട് തന്നെ വലിച്ചെടുക്കുക. അപ്പോൾ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ പേസ്റ്റ് മൊത്തം ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് വരും. സോക്സ് നമ്മുടെ പുറത്തേക്കും കിട്ടും. ഈ ഒരു സോക്സിൻ്റെ ഉള്ളിലാവട്ടോ വേസ്റ്റൊക്കെ ഉള്ളത്, ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാവും പേസ്റ്റിൻ്റെ. അപ്പോൾ ഇതാ ഞാൻ ആ വലിച്ചെടുത്തപ്പോൾ തന്നെ കൈ നല്ലോണം കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മൈലാഞ്ചി അത്യാവശ്യം കളറുള്ളതാണെന്ന് അതൊന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ മൈലാഞ്ചി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബൗളും അതേപോലെ നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡും സോക്സും എല്ലാം കൂടെ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ക്ലീൻ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് കഴുകി കഴിഞ്ഞപ്പോൾ നല്ലൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കോണാക്കിയിട്ട് മാറ്റുന്നതാണ്. കോണാക്കുന്ന വീഡിയോ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഈ ഒരു വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് സെല്ലോഫെൻ ഷീറ്റ് കട്ട് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, റോളിങ്ങിൻ്റെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു ഭാഗം മുതൽ ഇങ്ങനെ ചുറ്റിച്ച് കൊണ്ടുവരിക, എന്നിട്ട് ആ ടിപ്പ് നമുക്ക് വേണ്ട രീതിയിൽ ആക്കിയെടുക്കുക. ഈ ഒരു ബാക്കിൽ പിടിച്ചിട്ട് വലിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ടിപ്പ് നല്ലോണം ഫൈനാക്കി എടുക്കുന്നത്. എന്നിട്ട് തലപ്പിലൊരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് സീൽ ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് ഇനിയൊരു പേസ്റ്റ് നിറച്ചെടുക്കുകയാണ് അടുത്ത പണി. ഇനി നമ്മൾ വെയ്റ്റ് മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. 25 ഗ്രാമിലാണ് ഒരു കോണിൽ മൈലാഞ്ചി പേസ്റ്റ് ആക്കുന്നത്. അപ്പോൾ ആ ഒരു കോണ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. അപ്പോൾ 25 ഗ്രാം അതിൽ കുറയാതെ 25 26 ഗ്രാം ആക്കിയിട്ടാണ് നമ്മളൊരു കോണ് ഫില്ലാക്കി എടുക്കുന്നത്. അങ്ങനെ ഇത് എല്ലാ കോണും ഇങ്ങനെ ഫില്ലാക്കി എടുക്കുക. നിങ്ങൾക്കും ഇതുപോലെ ഹെന്ന ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെന്ന കോൺ മേക്കിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. അതേപോലെ തന്നെ വരക്കാൻ ഒട്ടും അറിയാത്തവർക്കും ഒരു ബ്രൈഡൽ വർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വരക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെന്ന കോൺ മേക്കിംഗ് ആൻഡ് ഡിസൈനിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് സീറ്റ് ബുക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഇതേപോലെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ദയവായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് സീലിംഗ് ആണ്. ആദ്യം സെല്ലോ ടാപ്പ് വെച്ചിട്ട് 2 സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ തലപ്പിലും തന്നെ അതേപോലെ ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 3 മടക്കിൻ്റെ ശേഷം 2 സൈഡിൽ നിന്നും ഓരോ പ്രാവശ്യം മടക്കി അതൊന്ന് ടൈറ്റായിട്ട് ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് സീൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ റെഡിയായി കിട്ടിക്കോളണമെന്നില്ല. നമ്മൾ ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഒരു നല്ല കാണാൻ ഭംഗിയുള്ളൊരു രൂപത്തിൽ കിട്ടുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന പ്രഷറിനനുസരിച്ചിട്ട് തന്നെ ഈ ഒരു പേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഓർഗാനിക് മെഹന്തിയുടെ ഒരു ഹൈലൈറ്റ് കേട്ടോ. മറ്റേത് കോണ് വെച്ചിട്ട് വരച്ചാലും നമുക്ക് ഈ ഒരു പെർഫെക്ഷൻ കിട്ടൂല. വേറെ കോൺ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അങ്ങനെ അത് ആ സീലിംഗ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി നമ്മുടെ സ്റ്റിക്കർ ലാബലിങ്, സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുക. ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു പേര് വെച്ചിട്ടുള്ള സംഭവം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കല്ലേ. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മൈലാഞ്ചിയുടെ പണി ഏകദേശം കഴിഞ്ഞു. അപ്പോൾ യാതൊരുവിധ കെമിക്കലും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹെന്ന പൗഡർ വെച്ചിട്ടുള്ള മൈലാഞ്ചിയാണിത്. ഇത് നമ്മൾ സെയിലാക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തും കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്യാനുള്ള നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മൈലാഞ്ചി ഫ്രീസറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച സ്റ്റെയിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മൈലാഞ്ചി വെച്ചിട്ട് ഇട്ടിട്ടുള്ള സ്റ്റെയിനാണ് ഈ ഒരു കാണുന്നത് കേട്ടോ. ഇത്രയും കളർ നമുക്ക് ഈ ഒരു ഓർഗാനിക് മൈലാഞ്ചി ഇട്ടിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു.